പ്രസിഡന്റ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുമായി സംവദിക്കൽ പ്രധാനമാണ് എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഇത്തരമൊരു യോഗം വിളിക്കാൻ ഇടയായി. നമ്മുടെ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാർ അത് സാധാരണ നിലക്ക് സ്ഥിരമാണ്. രാഷ്ട്രീയമായ മാറ്റങ്ങൾ ഭരണതലത്തിൽ സംഭവിച്ചാലും ഉദ്യോഗസ്ഥന്മാർ ഒരേ നിലയിൽ തുടരുകയാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റും അതിൻ്റെ ഭരണ സംവിധാനവുമൊക്കെ ഒരേ രീതിയിൽ തുടരും എന്ന ചിന്ത ഒരർത്ഥത്തിൽ ശരിയാണ്. സാധാരണ നിലക്ക് സെക്രട്ടേറിയറ്റിൻ്റെ പ്രവർത്തനത്തിൽ പുറത്ത് കാണുന്ന കക്ഷി രാഷ്ട്രീയം പ്രതിഫലിക്കേണ്ടതായിട്ടില്ല. ധാരാളം ഫയലുകൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നവരാണ് നിങ്ങൾ. ആ ഫയലുകളിൽ തീർപ്പെടുക്കുമ്പോൾ അതിലും സാധാരണ നിലയിൽ രാഷ്ട്രീയം കടന്നു വരേണ്ടതായിട്ടില്ല. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഇവിടെ പാർലമെൻ്ററി ജനാധിപത്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ആ ജനാധിപത്യ നടപടിക്രമം അനുസരിച്ചാണ് സർക്കാരുകൾ അധികാരത്തിലിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു സർക്കാർ മറ്റൊരു സർക്കാരിൻ്റെ തുടർച്ചയാണ് എന്ന് സാങ്കേതികമായി പറഞ്ഞാലും ചിലപ്പോൾ അതിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് പാർലമെൻ്ററി ജനാധിപത്യ പ്രകാരം നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ്. ഈ രാഷ്ട്രീയ മാറ്റങ്ങൾ ജനങ്ങളുടെ അഭിലാഷമനുസരിച്ചാണ് വന്നു ചേരുന്നത്. അപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന, ജനങ്ങൾ അഭിലഷിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ജനങ്ങൾ അഭിലഷിക്കുന്ന കാര്യങ്ങൾ ഭരണത്തിൽ സർക്കാരിൻ്റെ നയങ്ങളായിട്ടാണ് പ്രതിഫലിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ആ സർക്കാരിന് ജനങ്ങൾ നൽകുന്ന മാൻഡേറ്റ് ഉണ്ട്. ആ മാൻഡേറ്റ് അനുസരിച്ചാണ് ആ സർക്കാർ പ്രവർത്തിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ജനങ്ങളുടെ മാൻഡേറ്റ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ പ്രവൃത്തി നിർവഹണത്തിന് സെക്രട്ടേറിയറ്റും സെക്രട്ടേറിയറ്റ് ജീവനക്കാരുമാണ് സ്വാഭാവികമായും മുൻകൈയെടുക്കേണ്ടത്. ഇക്കാര്യത്തിൽ മുഴുവൻ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെയും സഹകരണം ഉണ്ടാവണമെന്നാണ് ആമുഖമായി തന്നെ അഭ്യർത്ഥിക്കാനുള്ളത്. ആദ്യം പറഞ്ഞ കാര്യം നാം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭരണമെന്നത് ഒരു നിർത്തില്ലാതെ തുടർച്ചയായി നടക്കുന്ന കാര്യമാണ്. ഏതെങ്കിലും ഒരിടത്ത് നിൽക്കുന്നില്ലത്. അത് തുടർച്ചയായി തുടരേണ്ട ഒരു പ്രക്രിയയാണ്. രാഷ്ട്രീയ ഭരണാധികാരികൾ മാറി വന്നു എന്ന് വരും. പക്ഷേ ഭരണം അതിൻ്റേതായ രീതിയിൽ പോകേണ്ടതായിട്ടുണ്ട്. അപ്പം അത് എങ്ങനെ വേഗത്തിലാക്കാം, ഭരണ നടപടികൾ
എങ്ങനെ കാര്യക്ഷമമാക്കാം, എങ്ങനെ കൂടുതൽ പുരോഗമനോന്മുഖമാക്കാം, ഇത്തരം കാര്യങ്ങളിൽ പുതിയ സർക്കാരിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. അത് നടപ്പാക്കുന്നതിന് മുഴുവൻ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെയും സഹകരണമുണ്ടാവണം. എല്ലാവരും ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന നിലയുണ്ടാവണം. ഇപ്പോൾ നമ്മളെല്ലാം ഈ മേൽക്കൂരക്ക് കീഴെയാണുള്ളത്. എന്നാൽ സെക്രട്ടേറിയറ്റ് ജീവനക്കാരും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരും എല്ലാം യഥാർത്ഥത്തിൽ ഒരു മേൽക്കൂരക്ക് കീഴെയാണ് ഉള്ളത് എന്നത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ഒരുമ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. സാധാരണഗതിയിൽ തസ്തികകളുടെ കാര്യത്തിൽ വേർതിരിവുണ്ടാവും. പക്ഷേ വേർതിരിവ് തസ്തികകളുടെ കാര്യത്തിൽ മാത്രമായിരിക്കണം. മറ്റു തരത്തിലുള്ള ഒരുമ ശക്തിപ്പെടുത്തിയെടുക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ബോധത്തോടെ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ വലിയ മുന്നേറ്റം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദ്യോഗസ്ഥർ പല തരത്തിൽ ഉള്ളവരുണ്ട്. പുതുതായിട്ട് ഉദ്യോഗത്തിൽ ചേർന്നവരുണ്ട്, ദീർഘകാലമായിട്ട് ഉദ്യോഗത്തിൽ കഴിയുന്നവരുണ്ട്. കുറേ കാലം ഉദ്യോഗത്തിൽ തുടരുമ്പോൾ ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതിൻ്റെ ശരിയായ തീവ്രതയോടെ മനസ്സിലാക്കുന്നതിന് കഴിയാത്ത ചിലരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടാകുന്നുണ്ട്. അത് അവരുടെ കുറ്റം കൊണ്ടല്ല, അവരുടെ മുന്നിൽ എത്തിച്ചേരുന്ന പ്രശ്നങ്ങളുടെ കൂമ്പാരത്തിലാണ് അവർ നിൽക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മുന്നിലെത്തുന്ന ഫയലിൽ എല്ലാം സ്പന്ദിക്കുന്നത് ജീവിതമാണ്. ഓരോ ആളുടെയും കുടുംബത്തിൻ്റെയും നാടിൻ്റെയും ജീവൽ പ്രശ്നങ്ങളാണ് ഫയലിനകത്തുള്ളത് എന്ന ധാരണ നമുക്ക് പൊതുവിലുണ്ടാകണം. മിക്കവാറും ഫയലുകളിൽ അല്ലെങ്കിൽ എല്ലാ ഫയലുകളിലും നിങ്ങളൊരു കുറിപ്പ് എഴുതുന്നുണ്ട്. ആ കുറിപ്പാണ് ചിലരുടെ കാര്യത്തിലെങ്കിലും അവർ തുറന്ന് ജീവിക്കണോ എന്ന് പോലും തീരുമാനിക്കുന്നത്. കാരണം അത്രയും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലാണ് നിങ്ങളുടെ പേന കൊണ്ട് നിങ്ങൾ കുറിച്ചിടുന്നത് എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാവണം. ഇപ്പോൾ ഫയലിൽ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി പ്രതികൂലമായ പരാമർശം വന്നാൽ ജീവിതമാകെ തകർന്നുപോയി എന്ന് കണക്കാക്കുന്നവരുണ്ട്. ആ തകർച്ചയുടെ ഭാഗമായി ഒരു സംസ്ഥാനത്തിലെ ഹിമാചലിലെ ഒരു വൃദ്ധ ആത്മഹത്യ ചെയ്ത വാർത്ത വായിച്ചതാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. അത്ര കണ്ട് പ്രാധാന്യമുണ്ട് ഫയലിൽ നിങ്ങൾ എഴുതുന്ന കുറിപ്പിന് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എല്ലാ ഫയലിലും അനുകൂലമായി എഴുതാൻ കഴിയുമെന്നല്ല. പക്ഷേ നാം ഓരോ ഫയലിനെയും സമീപിക്കുന്നത് ആ ഫയലിനകത്ത് ജീവിതമാണുള്ളത് എന്ന ബോധത്തോടെയായിരിക്കണം. ആ ഒരു കരുതൽ ഫയൽ കൈകാര്യം ചെയ്യുമ്പോൾ
നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഏറെക്കുറെ പഴയ രീതി തന്നെയാണ് തുറന്നു വരുന്നത്. പഴയ രീതി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള രീതി, ബ്രിട്ടീഷുകാർ ഇവിടെ സ്വീകരിച്ച രീതി. ആ ഒരു ഫയൽ നോട്ട രീതിയാണ് ഇപ്പോഴും ഏറെക്കുറെ തുറന്നു പോകുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താ? ജനങ്ങളുടെ ആവശ്യങ്ങൾ എങ്ങനെയൊക്കെ അനുവദിക്കാൻ പറ്റുമെന്നുള്ളതല്ല മുന്നിട്ട് നിൽക്കുന്ന ചിന്ത. ജനങ്ങളുടെ ആവശ്യങ്ങൾ എങ്ങനെയൊക്കെ തടയാൻ പറ്റും. ഇതാണ് പഴയ കാലത്ത് കൊളോണിയൽ സമ്പ്രദായത്തിൻ്റെ ഭാഗമായി, ഭരണത്തിൻ്റെ ഭാഗമായി ഫയൽ നോക്കുന്നവർ സ്വീകരിച്ചിരുന്ന രീതി. ഏറെക്കുറെ വലിയ മാറ്റമൊന്നുമില്ലാതെ അത് തന്നെയാണ് നമ്മളിപ്പോഴും തുറന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ഫയൽ നോട്ട സമ്പ്രദായം, അതാണ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത്. വലിയ മാറ്റമില്ലാതെ അത് തുടരുന്നു എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് ഫയൽ നോട്ട സമ്പ്രദായത്തിന് പകരം ഒരു പോസിറ്റീവ് ഫയൽ നോട്ട സമ്പ്രദായം നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയൊക്കെ ജനങ്ങളെ സഹായിക്കാം, ഇതായിരിക്കണം സ്വാഭാവികമായും നാം ഫയൽ നോക്കുമ്പോൾ അടിസ്ഥാനമായി സ്വീകരിക്കേണ്ട സമീപനം. നമ്മുടെ ജീവനക്കാരിൽ ഒട്ടുമിക്ക ആളുകളും സർവീസ് സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ്, അല്ലെങ്കിൽ സർവീസ് സംഘടനയിൽ ഉൾക്കൊള്ളുന്നവരാണ്. എല്ലാ സംഘടനകളും സമൂഹത്തോട് പ്രതിബദ്ധത വെച്ച് പുലർത്തുന്ന സംഘടനകളാണ്. ചില വീക്ഷണങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാകും, പക്ഷേ ഏത് സംഘടനയ്ക്കും സാമൂഹ്യ പ്രതിബദ്ധത പ്രധാനമാണ്. അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെ നിലകൊള്ളേണ്ട ഒരു സംഘടനയിൽ അംഗങ്ങളായവർ ആ സാമൂഹ്യ പ്രതിബദ്ധത തങ്ങളുടെ ജോലിയിലും പ്രതിഫലിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യം എപ്പോഴും ഓർമ്മ വെക്കേണ്ട ഒന്നാണ്. ഇപ്പോൾ സർക്കാർ സർവീസിൽ എല്ലാ കാലവും നമ്മൾ തുടരില്ലല്ലോ. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ റിട്ടയർ ചെയ്യണമല്ലോ. റിട്ടയർ ചെയ്താൽ നാം നേരിടുന്ന പ്രശ്നങ്ങളിൽ നമുക്ക് സർക്കാർ ഓഫീസിനെ സമീപിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഇന്ന് തന്നെ മാതൃകകൾ, ഈ സർക്കാർ സർവീസിൻ്റെ ഭാഗമായുള്ള ജീവിതത്തിൽ നല്ല മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് വേണം സർവീസിൽ നിന്ന് പിരിയാൻ. എന്നാലേ ഭാവിയിൽ തനിക്കും ആ നല്ല മാതൃക തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ അർഹതയുണ്ടാവും. സർക്കാർ സംവിധാനം ഉദ്യോഗസ്ഥർക്ക് വേണ്ടി എന്നുള്ളതല്ല, ഉദ്യോഗസ്ഥർ സർക്കാർ സംവിധാനത്തിനു വേണ്ടി എന്നതാണ് ശരി. ഇപ്പോൾ ഖജനാവിലേക്കുള്ള വരുമാനത്തിൻ്റെ സിംഹഭാഗവും ശമ്പളത്തിനും പെൻഷനും ചെലവിടുന്നു. ഇത് പലപ്പോഴും നാം കേൾക്കുന്നൊരാക്ഷേപമാണ്. അതോടൊപ്പം തന്നെ സർക്കാർ എന്നത് ജീവനക്കാർക്ക് വേണ്ടി നടത്തപ്പെടുന്നൊരു സംവിധാനമാണ്. ഇങ്ങനൊരു മനോഭാവവും നമ്മുടെ നാട്ടിൽ ബലപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് മാറേണ്ടതായിട്ടുണ്ട്. ഇത്തരം ഒരു മനോഭാവത്തോടെയല്ല ഈ പ്രശ്നത്തെ സമീപിക്കേണ്ടത്. നാം സ്വീകരിക്കേണ്ട നിലപാട്, സാധാരണക്കാർ ധാരാളം നമ്മെ സമീപിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ പുതിയ കസേരയിൽ ഇരുന്നിട്ട് കുറച്ച് ദിവസങ്ങളല്ലേ ആയുള്ളൂ. എന്നാൽ ഇതിനിടയ്ക്ക് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകൾ അവരുടെ ജീവൽ പ്രശ്നങ്ങളാണ് ഉന്നയിക്കുന്നത്. അപ്പം നമ്മുടെ മുന്നിലേക്ക് എത്തിപ്പെടുന്ന സാധാരണക്കാർ അവർ
നമ്മളിൽ നിന്ന് സേവനമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ആദരിക്കുന്ന മനോഭാവം നമ്മളിൽ ഉണ്ടാവണം. അവരുണ്ടെങ്കിലേ തങ്ങളുള്ളൂ എന്ന ചിന്ത സ്വാഭാവികമായിട്ടും ഉയർന്നു വരണം. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ പരമപ്രാധാന്യം കുടിക്കൊള്ളുന്നത് ജീവനക്കാരിൽ തന്നെയാണ്. നമ്മുടെ ഭരണരംഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രമാണ് സെക്രട്ടേറിയറ്റ് എന്നാണ് നമ്മളെപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് തളർച്ചയുണ്ടായാൽ സിസ്റ്റത്തിനാകെ തളർച്ച വരും എന്നത് ഗൗരവമായി തന്നെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാം സജീവമായി നിലനിൽക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ജീവനക്കാർ പ്രവർത്തിക്കേണ്ടത് അർപ്പണബോധത്തോടെയാവണം. കാരണം നമ്മൾ സർക്കാരിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തെ സേവിക്കലാണ്, സമൂഹത്തിൻ്റെ സേവകരാണ്. ആ ഒരു അർപ്പണബോധം നമ്മളിൽ ഉണ്ടാവണം. ഇതിൻ്റെ ഭാഗമായി തന്നെ സമൂഹത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന അഴിമതി, ആ അഴിമതിയിൽ നിന്ന് പൂർണ്ണമായും മുക്തമാവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. സാധാരണഗതിയിൽ സെക്രട്ടേറിയറ്റ് സ്റ്റാഫിനെ കുറിച്ച് മറ്റ് പല മേഖലയിലും കേൾക്കുന്ന തരത്തിലുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട ആക്ഷേപം വൻതോതിൽ ഉയർന്നു കേൾക്കാറില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും അഴിമതി അടക്കമുള്ള ദുഷിപ്പുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൈക്കൂലി അടക്കമുള്ള ദുഷിച്ച കാര്യങ്ങളിൽ നിന്ന് മുക്തമായ ഒരു പാരമ്പര്യമാണ് നേരത്തെ മുതൽ സെക്രട്ടേറിയറ്റിനുള്ളത്. ആ നില നല്ല നിലക്ക് തന്നെ തുറന്നു പോകാൻ കഴിയണം. എന്നാൽ ചില ആളുകൾ സ്ഥിരമായിട്ട് സെക്രട്ടേറിയറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും അത്തരം ആളുകളെ. അത് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തിനാണ് ഒരാൾ ഒരു പ്രശ്നത്തിന് ആൾക്ക് വരാം, അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിന് വരാം, പക്ഷെ ഒരു സഞ്ചിയും തൂക്കി സ്ഥിരമായിട്ട് ഓഫീസിൻ്റെ ഇടനാഴികളിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക എന്നത് ഒരു നല്ല ശീലമല്ലല്ലോ. നിങ്ങൾ അഴിമതി മുക്തരായാൽ മാത്രം പോരാ, നിങ്ങളെ ഉപയോഗിച്ച് അഴിമതി നടത്താൻ തയ്യാറാകുന്നവരുണ്ടെങ്കിൽ അത് തടയാനുള്ള ജാഗ്രത കൂടി നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചില ആളുകൾ അതിൻ്റെ ഭാഗമായിട്ടാണോ വരുന്നത് എന്ന് പരിശോധിക്കേണ്ട ബാധ്യതയും നിങ്ങൾക്കുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം, സെക്രട്ടേറിയറ്റ് ജീവനക്കാരെക്കുറിച്ച് പൊതുവെ അത്തരത്തിലുള്ള ഒരു പരാതി നമ്മുടെ സമൂഹത്തിന് മുന്നിൽ നിലനിൽക്കുന്നില്ല. ഈ പരാതി ഇല്ലാന്നേ ഉള്ളൂ, മറ്റു ചില പരാതികൾ നിങ്ങളെക്കുറിച്ച് നിലനിൽക്കുന്നുണ്ടാവും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതി അങ്ങനെ നിലനിൽക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ സർവീസ് എങ്ങനെ കാര്യക്ഷമമാക്കാം എന്നതിനെക്കുറിച്ച് എപ്പോഴും നാം ചിന്തിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. ഇതിൽ ഒരു കാര്യത്തിൽ ഒരു വ്രതം പോലെ നമ്മൾ പാലിക്കേണ്ട കാര്യം നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മുടെ മുന്നിൽ വരുന്ന ഫയലുകളിൽ തീരുമാനമെടുക്കാനാവണം എന്നുള്ളതാണ്. അതായത് നിശ്ചിത സമയത്തിന് മേലെ ഒരു ഫയലും തൻ്റെ മേശപ്പുറത്ത് ഉണ്ടാവില്ല എന്ന ഒരു നിലപാടിലേക്ക് ഓരോ ആളും എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ഇപ്പം കാലതാമസം ഒഴിവാക്കാൻ സെക്രട്ടേറിയറ്റ് മാനുവലിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പാലിക്കാൻ
നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. കമ്പ്യൂട്ടർവൽക്കരണം കാലതാമസം ഒഴിവാക്കാൻ സഹായിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർവൽക്കരണം നടക്കാത്ത ചില സെക്ഷനുകളുണ്ട്. അവിടെ പെട്ടെന്ന് തന്നെ ആ രംഗത്തേക്ക് നമുക്ക് കടക്കാനും കഴിയേണ്ടതായിട്ടുണ്ട്. നേരത്തെ തന്നെ നമ്മുടെ മുന്നിൽ ഭരണപരിഷ്കാര കമ്മിറ്റികളുടെയൊക്കെ റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ സ്വീകാര്യമായ കാര്യങ്ങൾ നടപ്പാക്കാനാവണമെന്ന് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഒരു സെക്ഷൻ്റെ നിലയെടുത്താൽ ആ സെക്ഷൻ ആകെ ഒന്നിച്ചിരിക്കുക എന്ന് ഏറ്റവും പ്രധാനമാണ്. അപ്പം അങ്ങനെ ചില നടപടികൾ നമ്മൾ സ്വീകരിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ അത് പൂർണ്ണമായി എന്ന് പറയാൻ കഴിയില്ല. എല്ലാവരും മേലുദ്യോഗസ്ഥന്മാരടക്കം ഡിപ്പാർട്ട്മെൻ്റ് ആകെ ഒന്നിച്ചിരിക്കുന്ന അവസ്ഥ. അപ്പോൾ കാര്യങ്ങൾ വേഗം തന്നെ തീരുമാനിക്കാൻ കഴിയും. ഒരു അറ്റൻഡർ ലീവായിപ്പോയി, അതുകൊണ്ട് ഇവിടെയുള്ള ഫയൽ അപ്പുറത്ത് എത്തുന്നില്ല എന്ന കാലതാമസം ഒഴിവാക്കാൻ പറ്റും. തൊട്ടപ്പുറത്തെ മേശയാണെങ്കിൽ നേരെ അവിടെ ഫയൽ കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഒന്നിച്ച് ഒരു ചുറ്റുവട്ടത്തിൽ തന്നെ ആളുകൾ ഇരിക്കുന്ന ഒരു ക്രമം ചില ഓഫീസുകളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ളതും വേഗം തന്നെ ആ തരത്തിൽ മാറേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു നില, ഒരു സെക്രട്ടറി പല മന്ത്രിമാരുടെ വകുപ്പുകൾ നോക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ അതിലൊരു മാറ്റം വരുത്താനുള്ളൊരു നല്ല ശ്രമം നടത്തിയിട്ടുണ്ട്. ഒരു 2ൽ കൂടുതൽ മന്ത്രിമാരുടെ കൂടെ പൊതുവിൽ സെക്രട്ടറിമാർ നിൽക്കുന്നില്ല എന്ന അവസ്ഥയാണ്. ആ തരത്തിലുള്ള ഒരു വിഭജനം ഇപ്പോൾ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത് കൂടുതൽ കാര്യക്ഷമമായി കാര്യങ്ങൾ കൊണ്ടുപോകാൻ സഹായിക്കും എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മറ്റതാകുമ്പോൾ ചില മന്ത്രിമാർക്ക് ഈ സെക്രട്ടറിയെ കാണാൻ തന്നെ കഴിഞ്ഞു എന്ന് വരില്ല. ഒരുപാട് വകുപ്പുകളുടെ ചുമതല ഒരു മന്ത്രിക്ക് ഉണ്ടായാൽ, കാരണം സെക്രട്ടറി അവിടെ ഇല്ലാത്തതുകൊണ്ടല്ല, മറ്റൊരു മന്ത്രിയുടെ മുന്നിലായിരിക്കും. അപ്പോൾ ഇവിടെ എത്തിപ്പെടാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പം നമ്മൾ കൃത്യത ഉറപ്പാക്കാനാണ് നമ്മുടെ പഞ്ചിങ് സിസ്റ്റം ഏർപ്പെടുത്തിയത്. അപ്പോൾ രാവിലെ കൃത്യസമയത്തെത്തി പഞ്ച് ചെയ്ത് അകത്തേക്ക് കടന്നു. പിന്നെ നേരെ പുറത്തേക്ക് കടന്നാൽ പിന്നെ പഞ്ചിങ് സിസ്റ്റം കൊണ്ടെന്താ ഗുണം? ഇവിടെ പഞ്ച് ചെയ്ത് ആളകത്ത് കിടന്ന് പുറത്തേക്ക് എത്തി. ഇവിടെ നമ്മുടെ സെക്രട്ടേറിയറ്റ് പരിസരത്താകെ നിങ്ങൾ തന്നെ ഉണ്ടാകുന്ന നില വന്നാൽ ആ പഞ്ചിങ് സിസ്റ്റത്തിന് അതിൻ്റേതായ മേന്മ ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം കൃത്യമായി ഓഫീസിലുണ്ടാവുക എന്നുള്ളതാണ്. ഒരു ദുഷ്പേര് ഇതിനകം സെക്രട്ടേറിയറ്റ് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ. അത് രാവിലെ വന്നു കഴിഞ്ഞാൽ കസേരയിലുണ്ടാകുന്ന ജീവനക്കാരുടെ എണ്ണം വളരെ ചുരുക്കമാണ് എന്നതാണ്. ഇതൊരു പൊതു പ്രതീതിയാണ്. ആ പ്രതീതിക്ക് നമുക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയണം. നമ്മൾ കൃത്യസമയത്ത് തന്നെ ഓഫീസിലെത്തുകയും ഓഫീസ് സമയത്ത് അവരവരുടെ ചുമതല ഇരുന്നു കൊണ്ട് നിർവഹിക്കുകയും വേണം. അപ്പം അക്കാര്യത്തിൽ നല്ല താല്പര്യം നാം പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ചില മേഖലകളിൽ പ്രവൃത്തി സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല. നമുക്ക് പ്രവൃത്തി സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതിന് വേറെ തടസ്സമൊന്നും ഇപ്പോഴില്ല. പക്ഷേ നമ്മൾ തന്നെ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണം. കാരണം നിങ്ങൾ ചുരുക്കം സംസാരിക്കുന്നയാളായാലും അപ്പുറത്തുള്ളയാൾ നിങ്ങളോട് സംസാരിക്കുന്നയാൾ ചിലപ്പോൾ വളരെ കൂടുതൽ സംസാരിക്കുന്നയാളായിരിക്കാം. ചിലർ
എല്ലാ വിശേഷങ്ങളും പറയാനുള്ള ഒന്നായിട്ട് ഫോൺ ഉപയോഗിക്കുന്നവരുമുണ്ട്. പൊതുവിൽ നമ്മളെ ചിലർ അത്തരം ശീലക്കാരാണ്. അപ്പം നമ്മുടെ സമയത്തിൽ വലിയ കുറവാണ് ഇതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത് എന്ന ധാരണയിലെത്തണം. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതല്ലാതെ സാധാരണ നിരക്ക് ഓഫീസ് സമയത്ത് മറ്റ് കാര്യങ്ങൾക്ക് നാം സമയം ചെലവിടാൻ പാടില്ല. ചിലർ നല്ല കലാവാസനയുള്ളവരായിരിക്കും, സാഹിത്യവാസനയുള്ളവരായിരിക്കും. അപ്പോൾ ഓഫീസ് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മുടെ സാഹിത്യവാസന നല്ലതുപോലെ പരിപോഷിപ്പിക്കാൻ ആനുകാലികങ്ങളൊക്കെ വായിക്കുക എന്നതും നാം സ്വീകരിക്കേണ്ട ഒരു കാര്യമല്ല. അതിന് നമുക്ക് വേറെ സമയമുണ്ടല്ലോ, ആ സമയത്തായിരിക്കണം നമ്മൾ അതിനുവേണ്ടി ചെലവിടുന്നത്. സാധാരണ നിങ്ങളെപ്പറ്റി പുറത്തുള്ളവർ പറയുന്ന ആക്ഷേപമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം, എനിക്കുള്ളൊരാക്ഷേപമല്ല. എന്നാൽ പുറത്തുള്ളൊരാക്ഷേപം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, രാവിലെ വന്ന് അവിടെ കസേലയിൽ ഇരുന്ന് പിന്നെ ചായ കുടിക്കാൻ പോയി. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഒരു അടുത്ത ഊണിൻ്റെ സമയമായി. പിന്നെ ഊണ് കഴിക്കാൻ പോയി. പിന്നെ അത് കഴിഞ്ഞ് വന്ന് കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് അടുത്ത ട്രെയിനിൻ്റെ സമയമായി. നേരത്തെ തന്നെ പോയി. ഇങ്ങനൊരു ആക്ഷേപം നിങ്ങളെ പറ്റിയിരുന്നു. എല്ലാം വസ്തുതാപരമായിരിക്കില്ല, ചിലത് അതിശയോക്തിപരമായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ളവരും നമ്മുടെ ഇടയിലുണ്ട് നമ്മൾക്ക് കാണാൻ പറ്റണം. അപ്പോൾ ആ കാര്യത്തിൽ ഒരു സ്വയം നിയന്ത്രണം നമ്മൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചിന്തിക്കുന്ന ഒരു വശം ഉദ്യോഗസ്ഥരുടെ പ്രശ്നങ്ങളിൽ സർക്കാർ എങ്ങനെയാണ് നിലപാടുകൾ സ്വീകരിക്കുക എന്നതാണ്. അതിലേറ്റവും പ്രധാനം ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതിൽ സ്ഥലം മാറ്റത്തിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ടാവും. ഇവിടെ ഓരോരുത്തരുടെയും പ്രവൃത്തിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കുക എന്നത് സർക്കാരിൻ്റെ ഉദ്ദേശമേ അല്ല. അപ്പോൾ കൃത്യമായ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്ഥലമാറ്റങ്ങൾ നടത്തുന്നത്. ചില കാര്യങ്ങൾ നേരത്തെ തന്നെ ഈ സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ച കാര്യങ്ങൾ എങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നത് ഞങ്ങൾ പരിശോധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ പെൻഷൻ പോലുള്ള കാര്യങ്ങളിൽ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് സിവിൽ സർവീസ് ആവശ്യമാണോ എന്നത് പരിശോധിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ സർവീസ് സംഘടനകളുമായി ചർച്ച ചെയ്ത് ധാരണയിലെത്താൻ വേണ്ടിയാണ് ശ്രമിക്കുക. ഇവിടെ ചില പുതിയ മാറ്റങ്ങൾ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്, അതായത് കേന്ദ്ര സർക്കാരിലും മറ്റും ഡയറക്ടറേറ്റ് രീതിയുണ്ട്. നമ്മുടെ സെക്രട്ടേറിയറ്റ് രീതിയാണോ, ഈ കേന്ദ്ര സർക്കാർ തലത്തിലുള്ള ഡയറക്ടറേറ്റ് രീതിയാണോ? ഏതാണ് സർക്കാർ സർവീസിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക? അത് പരിശോധിച്ചുകൊണ്ട് വികേന്ദ്രീകൃത സംവിധാനം ആവശ്യമാണെങ്കിൽ ആ വികേന്ദ്രീകൃത സംവിധാനം ഉറപ്പാക്കുന്ന തരത്തിലേക്ക് സർക്കാർ നീങ്ങും. അതിൻ്റെ ഭാഗമായി ജീവനക്കാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യും. ഒരു കാര്യത്തിലും വല്ലാത്ത ധൃതി സർക്കാർ കാണിക്കില്ല. സർവീസ് സംഘടനകളുമായി ചർച്ച ചെയ്ത് സർവീസ് സംഘടനകളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള തുടർ നടപടികളായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കുക. നമ്മുടെ ഭരണനിർവഹണ മാനുവലുകൾ പരിഷ്കരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. അഴിമതിമുക്തമായ ഒരു സിവിൽ സർവീസാണ് നമുക്ക് ആവശ്യം. അത് നാടിനാകെ ഉപകാരപ്രദമായ രീതിയിൽ നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുക. ഇവിടെ നമ്മുടെ നാട്ടിൽ ഉള്ളൊരു പ്രത്യേകത അനുസരിച്ച് സെക്രട്ടേറിയറ്റിനകത്തേക്ക്
ആർക്കും കടന്നു വരാം. അത് മന്ത്രിമാരുടെ അടുത്തും മുഖ്യമന്ത്രിയുടെ അടുത്തും എല്ലാം നമ്മുടെ ബഹുജനങ്ങൾക്ക് കടന്നു വരാനുള്ള അവകാശം ഉള്ളൊരു സംസ്ഥാനമാണിത്. അവരുടെ ആവലാതികൾ അവർക്ക് ബോധിപ്പിക്കുകയും ചെയ്യാം. ഇത് കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ആദ്യം പ്രവർത്തിച്ച മന്ത്രിസഭ തൊട്ട് നമ്മുടെ സംസ്ഥാനത്ത് തുറന്നു വരുന്ന ഒരു രീതിയാണ്. ആ ഒരു ജനകീയ മുഖം നിലനിർത്താൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അഴിമതിയുടെ നേരെ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ഏതെങ്കിലും തരത്തിൽ അഴിമതിയുടെ ഭാഗമായാൽ അതിനെ പൊറുപ്പിക്കാൻ സർക്കാരിന് കഴിയില്ല. അപ്പോൾ അഴിമതി നടത്തുന്നവർക്ക് ഒരു സംരക്ഷണവും ഉണ്ടാകില്ല എന്നതാണ് വ്യക്തമാക്കാനുള്ളത്. അനാവശ്യമായ കാലതാമസം, ഫയലുകൾ വെച്ച് കാലതാമസം വരുത്തുക, അതും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അനാവശ്യമായി കാലതാമസം വരുത്തുന്നവർ അതിന് മറുപടി പറയേണ്ടതായിട്ട് വരും. ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന പ്രവണതയും ആശാസ്യമായിട്ടുള്ളതല്ല. തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക തന്നെ വേണം. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പാടില്ല. ഓരോ തലത്തിലും തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അത് തലത്തിൽ തന്നെ തീരുമാനിച്ചു പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. തീരുമാനമെടുക്കാതെ ഒരു തലത്തിൽ തീരുമാനമെടുക്കേണ്ട കാര്യം അവിടെ തീരുമാനമെടുക്കാതെ ഫയൽ മുകളിലോട്ട് തട്ടിവിടുന്ന സമ്പ്രദായവും ആശാസ്യമായതല്ല. അതിനെ നിരുത്സാഹപ്പെടുത്താൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സർവീസിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾക്കോ മറ്റ് ദൗർബല്യങ്ങൾക്കോ ഉത്തരവാദി ജീവനക്കാരാണ് എന്ന അഭിപ്രായം സർക്കാരിനില്ല. നമ്മുടെ സംവിധാനത്തെ ആകെ ബാധിച്ചിട്ടുള്ള അലസതയുണ്ട്, ദുർമേധസ്സുണ്ട്. ഇതെല്ലാം ഒരു പരിധിവരെ ഇതിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മാനുവലുണ്ട്, ബിസിനസ് റൂളുണ്ട്, പിന്നെ നേരത്തെ മുതൽ നിലനിൽക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടേറിയറ്റ് ഭരണം നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവയിൽ അനുശാസിക്കുന്ന നടപടിക്രമങ്ങൾ, നിബന്ധനകൾ യഥാർത്ഥ രൂപത്തിൽ നടപ്പിലാവുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് ഭരണം പലപ്പോഴും മന്ദഗതിയിലാവുന്നത്. അപ്പോൾ സെക്രട്ടേറിയറ്റ് കൂടുതൽ സജീവമാകാൻ നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ആവശ്യമാണ് എന്നത് പ്രത്യേകമായി തന്നെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടൽ കൂടി ഇപ്പോൾ ഉണ്ടാകും എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഓരോ തലത്തിലുമുള്ള ജോലികൾ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാൻ സ്റ്റാഫ് മീറ്റിങ്ങുകൾ വിളിച്ചു ചേർക്കുക എന്നത് പ്രധാനമാണ്. കുടിശ്ശിക ജോലികൾ സമയബന്ധിതമായി തീർപ്പാക്കാൻ സ്വാഭാവികമായും ഇതിൻ്റെ എല്ലാം ഫലമായി വകുപ്പ് സെക്രട്ടറിമാർ ശ്രമിച്ചു എന്ന് വരും. അപ്പം അത്തരം ശ്രമങ്ങളുമായി സഹകരിക്കാനാണ് നിങ്ങളെല്ലാവരും തയ്യാറാകേണ്ടത്. ഇവിടെ ഓരോ വകുപ്പിലും സമയബന്ധിതമായി കാര്യങ്ങൾ തീർക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യത്തിലാകെ കൃത്യമായ മേൽനോട്ടം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും. ആധുനിക സാങ്കേതിക വിദ്യയുടെ പ്രത്യേകതകൾ, അതിൻ്റെ സാധ്യതകൾ വലിയ തോതിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഇപ്പോൾ സിവിൽ സർവീസ് ആ തരത്തിൽ ആധുനീകരിക്കുന്നതിന് സർക്കാർ നല്ല പ്രാധാന്യം തന്നെ നൽകും. ഈ ഗവേണൻസും ഈ ഫയലിങ്ങും അത്തരം കാര്യങ്ങളിലുള്ള പോരായ്മകൾ പരിഹരിച്ച് കുറ്റമറ്റതാക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കും. കാലഹരണപ്പെട്ട ചട്ടങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. അവയെല്ലാം കാലോചിതമായി പരിഷ്കരിക്കാനുള്ള ശ്രമമുണ്ടാകും. നമ്മുടെ ഓഫീസുകളിൽ
ചില ഓഫീസുകൾ ലഘുവായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓഫീസുകളായിരിക്കും. അത്തരം ഓഫീസുകളിൽ ആദ്യപടി എന്ന നിലക്ക് കടലാസുകൾ ഒഴിവാക്കി ഈ ഫയലിങ്ങിലൂടെ നടപടികൾ നീക്കാനുള്ള ശ്രമം ആരംഭിക്കാവുന്നതാണ്. എന്നാൽ ചിലർക്കുള്ള ആശങ്ക ബൃഹത്തായ ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന സെക്രട്ടേറിയറ്റിൽ അത് സാധിക്കുമെന്നുള്ളതാണ്. അത് നമുക്ക് പരിശോധിച്ചാൽ അതിനും ബദൽ മാർഗങ്ങൾ തേടാൻ കഴിയും. അത് സാധ്യമല്ലാത്ത ഒന്നായിരിക്കില്ല ഇന്നത്തെ കാലത്ത്. ഏതായാലും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള നടപടികളിലേക്ക് നമുക്ക് നീങ്ങേണ്ടതായിട്ട് വരും. ഒരു കാര്യം എല്ലാവർക്കും ഉറപ്പ് നൽകുകയാണ്: ജീവനക്കാരോട് ഒരു തരത്തിലുള്ള പ്രതികാര നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ജീവനക്കാരോടുള്ള സമീപനത്തിൽ രാഷ്ട്രീയവും ഉണ്ടാവില്ല. സംഘടനാ പ്രവർത്തനത്തിൻ്റെ പേരിൽ ജീവനക്കാരെ ഡിസ്മിസ് ചെയ്ത ചരിത്രം കേരളത്തിലുണ്ട്. ആ സമീപനമൊന്നും ഈ സർക്കാർ സ്വീകരിക്കുകയില്ല. എന്നാൽ ഫയൽ താമസിപ്പിക്കുന്നവർ അകാരണമായ കാലതാമസത്തിലൂടെ ജനങ്ങളെ ദ്രോഹിക്കുകയാണ് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും വേണം. അത്തരം കാര്യങ്ങൾ സർക്കാർ സഹിക്കുന്നതായിരിക്കില്ല. അവിടെ മാത്രമാണ് തെറ്റായ നിലപാടുകൾ ഉണ്ടെങ്കിൽ അതിനെതിരെയുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം സെക്രട്ടേറിയറ്റിലെ സന്ദർശന സമയമാണ്. ആ സന്ദർശന സമയത്ത് ബഹുജനങ്ങൾക്ക് സന്ദർശന സമയം നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഔദ്യോഗിക ചർച്ചകൾ, മീറ്റിങ്ങുകൾ അത് പരമാവധി ഒഴിവാക്കാനും അവർക്ക് വന്ന് പരാതികൾ പറയാനുള്ള അല്ലെങ്കിൽ അന്വേഷിക്കാനുള്ള അവസരം കൃത്യമായി നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. ഒരു നവകേരളം സൃഷ്ടിക്കുക എന്നതാണ് ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അഴിമതിരഹിതവും സുതാര്യവുമായ ഒരു നവകേരളത്തിൻ്റെ സൃഷ്ടിക്കാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിൽ നിങ്ങളെല്ലാവരുടെയും കലവറയില്ലാത്ത പിന്തുണയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഔദ്യോഗിക ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ എപ്പോഴും സർക്കാർ സന്നദ്ധമായിരിക്കും എന്നുകൂടി അറിയിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. എന്നാൽ നേരത്തെ പറഞ്ഞ ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് കൂടുതൽ ഫലപ്രദമായി നടപ്പാക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വളരെ ചുരുങ്ങിയൊരു കാലയളവിൽ തന്നെ ഈ ഓഫീസിൻ്റെ വിന്യാസം സെക്രട്ടേറിയറ്റിൽ ചില വകുപ്പുകൾ നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ജീവനക്കാർ നല്ല രീതിയിൽ അതുമായി സഹകരിച്ചിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ ജീവനക്കാരെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അടുത്തൊരു നിശ്ചിത കാലം വെച്ചുകൊണ്ട് 2-3 മാസങ്ങൾ കൊണ്ട് തന്നെ പൂർണ്ണമായും ഈ ഓഫീസ് സംവിധാനത്തിലേക്ക് പല ഓഫീസുകളും മാറാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടെ ഓരോ അപേക്ഷയുടെയും സ്ഥിതി, അപ്പോഴുള്ള സ്ഥിതി അപേക്ഷകൻ്റെ ഫോണിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു സംവിധാനം ഒരുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടെയാണ് സുതാര്യ കേരളം എന്നത് പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കാൻ നമുക്ക് കഴിയുക. അപ്പോൾ സമയപരിധിക്കുള്ളിൽ സേവനം ലഭ്യമാക്കുക, ഇക്കാര്യത്തിൽ IT സംവിധാനം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനുമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കാര്യക്ഷമതയോടെ കാര്യങ്ങൾ നടത്താൻ നമുക്ക് കഴിയണം. നിങ്ങളെല്ലാവരുടെയും സഹകരണം ആ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.